ഹായ് ഫ്രണ്ട്സ്, കോഡിംഗ് ഹാബിറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ലിങ്ക്ഡിനിൽ നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ നമ്മൾക്ക് ക്വാളിറ്റി ലീഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾക്ക് 100% അക്സെപ്റ്റൻസ് വാങ്ങാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ലിങ്ക്ഡിൻ എന്താണ്, ലിങ്ക്ഡിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം, ലിങ്ക്ഡിൻ എങ്ങനെ ഉപയോഗിക്കാം, ലിങ്ക്ഡിനിൽ എങ്ങനെ ഒരു കമ്പനി പേജ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോസ് എല്ലാം നമ്മൾ മുൻപത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക്ഡിൻ എന്താണെന്ന് അറിയാത്തവർ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം, അതിനുശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഫോളോവേഴ്സിനെ എയിം ചെയ്യാം, എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടൊരു 100% അക്സെപ്റ്റൻസ്, നമ്മൾ അയക്കുന്ന ഓരോ റിക്വസ്റ്റും നമ്മൾക്ക് എങ്ങനെ അക്സെപ്റ്റൻസ് വാങ്ങാം എന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. എസ്പെഷ്യലി പ്രൊഫഷണലി നമ്മൾ നല്ല രീതിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക്ഡിൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ടൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പലരുടെയും ഒരു ധാരണ എന്ന് പറയുമ്പോൾ 100% അല്ലെങ്കിൽ ഒരു ജോബ് അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ലിങ്ക്ഡിൻ എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഫേസ്ബുക്ക് പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയാണ് ലിങ്ക്ഡിൻ. അതായത് ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് ലീഡ് ജനറേഷൻ ചെയ്യാനും നമ്മൾക്ക് ലീഡ്സ് കളക്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ലിങ്ക്ഡിൻ 3 ടൈംസ് ബെറ്റർ ആണ് ഫേസ്ബുക്കിനേക്കാളും ഇൻസ്റ്റഗ്രാമിനേക്കാളും. അതായത് ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കമ്പനിയിലെ എംപ്ലോയീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓരോ കമ്പനികളിലെ ടോപ്പിൽ നിൽക്കുന്ന ഫൗണ്ടേഴ്സ്, എൻ്റർപ്രണേഴ്സ് ഇവരൊക്കെയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനിൽ നമ്മളറിയാത്ത 1-2 ഫാക്ട്സ് ഉണ്ട്. അതിലൊന്ന് ഫേസ്ബുക്കിനേക്കാളും ഇൻസ്റ്റഗ്രാമിനേക്കാളും എല്ലാത്തിനേക്കാളും 3 ടൈംസ് ബെറ്ററാണ് ലീഡ് ജനറേഷൻ ചെയ്യാൻ. രണ്ടാമത്, ഓരോ മിനിറ്റിലും 3 പീപ്പിൾ വെച്ചിട്ട് ഹൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 3 ആളുകൾ ഓരോ മിനിറ്റിലും ജോലി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. അങ്ങനെ കുറേ ഫാക്ട്സുകളുണ്ട് ലിങ്ക്ഡിനിൽ. അപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ നോർമലി ഒരു വ്യക്തിക്ക് റിക്വസ്റ്റ് അയക്കാൻ നേരത്ത് കാണുന്ന ഒരു കാര്യം, ഒരു കണക്ഷൻ റിക്വസ്റ്റിൽ ഒരു ബോക്സ് വരും. അപ്പോൾ അതിൽ 300 ക്യാരക്ടേഴ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു മെസ്സേജ് അയക്കാം. അപ്പോൾ ആ മെസ്സേജ് എങ്ങനെ നമ്മൾക്ക് അയക്കാം എന്നാണ്. പല പല ആളുകൾ ലിങ്ക്ഡിനിലുണ്ട്. HR ഉണ്ട്, അതേപോലെ നമ്മളുടെ സെയിം ഗ്രൂപ്പ്, നമ്മളുടെ സെയിം ഏജ് വൈസ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഫൗണ്ടേഴ്സ് ഉണ്ട്, അതേപോലെ നമ്മളുടെ താഴെ നിൽക്കുന്ന ഫ്രഷേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഫ്രഷ് ആണെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ജൂനിയേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പല കാറ്റഗറീസിലുള്ള വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലായിട്ട് ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവർക്ക് ഒരു റിക്വസ്റ്റ് അയക്കുമ്പോൾ ഒരു ബോക്സ് വരുന്നത് കാണാൻ ലിങ്ക്ഡിൻ. ഓക്കെ, അതിനോടൊപ്പം തന്നെ ലിങ്ക്ഡിൻ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിൻ മെമ്പേഴ്സ് ആർ മോർ ലൈക്ലി ടു ആക്സെപ്റ്റ് ഇൻവിറ്റേഷൻ ദാൻ ഇൻക്ലൂഡ് എ പേഴ്സണൽ നോട്ട്. ലിങ്ക്ഡിൻ തന്നെ പറയുകയാണ്, നമ്മളൊരു പേഴ്സണൽ നോട്ട് കൊടുത്താലാണ് കൂടുതൽ സാധ്യത അവർ ആക്സെപ്റ്റൻസ് ചെയ്യാൻ റിക്വസ്റ്റ്. കാരണം അവർക്ക് നമ്മൾ അയക്കുന്ന ആരാണോ അവർക്ക് ഒരുപാട് പെൻഡിങ് റിക്വസ്റ്റുകൾ ഉണ്ടാവും. എസ്പെഷ്യലി ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിക്വസ്റ്റുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ആരാണ്, നമ്മളുടെ കാര്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടി കണക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ അക്സെപ്റ്റൻസ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഹൗ ടു റൈറ്റ് ലിങ്ക്ഡിൻ കണക്ഷൻ റിക്വസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് അയക്കേണ്ടത്? അത് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഡിഫൈൻ എ ക്ലിയർ പർപ്പസ്. എന്താണോ നമ്മളുടെ എയിം, ആരായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അവരായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ ഉദ്ദേശം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാം. ഇപ്പോൾ ഞാനൊരു മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫീൽഡിലുള്ളവരായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കും. കാരണം എനിക്ക് പുതിയ നോളജ് കിട്ടാൻ, അവരുടെ ഭാഗത്തു നിന്ന് പുതിയ സ്കിൽസ് ഉണ്ടെങ്കിൽ എയിം ചെയ്യാൻ, പുതിയതായിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ, എൻ്റെ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫീൽഡിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ എനിക്ക് ആ രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കാം. ഒരു HR-നാണെങ്കിൽ എനിക്ക് പറയാം, എനിക്ക് നിങ്ങളുടെ കമ്പനി ഇഷ്ടപ്പെട്ടു, കൾച്ചർ ഇഷ്ടപ്പെട്ടു, ജോബിന് താല്പര്യപ്പെട്ടു എന്നുള്ള രീതിയിൽ പറയാം. രണ്ടാമത്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞാൻ ആരാണ്, എൻ്റെ പ്രൊഫഷൻ എന്താണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു കണക്ഷൻ റിക്വസ്റ്റിൽ നമ്മൾ പറയാം. മൂന്നാമത്, എക്സ്പ്ലെയിൻ വൈ യു ആർ റൈറ്റിംഗ് ടു ദം. എന്തിനാണ് നമ്മൾ അവരായിട്ട് കണക്ഷൻ ഉദ്ദേശിക്കുന്നത്, ആ റീസൺ നമ്മൾ ബോധ്യപ്പെടുത്താം. 4, കീപ് ഇറ്റ് ഷോർട്ട് ബട്ട് നോട്ട് ടു ഷോർട്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ 300 ക്യാരക്ടേഴ്സ് ഉള്ളൂ. ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുമ്പോൾ ആകെ 300 ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ 300-ൽ ഒതുങ്ങിക്കൊണ്ട് തന്നെ നമ്മൾ വളരെ ഷോർട്ടാക്കി വളരെ മീനിങ് ഫുൾ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കണക്ഷൻ റിക്വസ്റ്റ് അയക്കാൻ.
അപ്പോൾ ഈ 4 കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ റിക്വസ്റ്റ് അയക്കാൻ നേരത്ത്. ഇനി നമ്മൾക്ക് നോക്കാം ഓരോ വ്യക്തികൾക്ക് നമ്മൾ ഏത് രീതിയിലാണ് ലിങ്ക്ഡിൻ റിക്വസ്റ്റുകൾ അയക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന കണക്ഷൻ റിക്വസ്റ്റ് സെയിം ഗ്രൂപ്പ്. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ സെയിം പ്രൊഫഷൻ ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ നമുക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹലോ മുഹമ്മദ്, ആഫ്റ്റർ വ്യൂവിംഗ് യുവർ പ്രൊഫൈൽ ആൻഡ് ബീങ് എ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ, ഐ വുഡ് ലവ് ടു ഹാവ് യു ആസ് പാർട്ട് ഓഫ് മൈ നെറ്റ്വർക്ക് ടു ഷെയർ നോളജ് ആൻഡ് നെറ്റ്വർക്ക് വിത്ത് യു. Also, if I come across any opportunity from your domain, I will be sure to refer you. ആദ്യത്തത് നിങ്ങളുടെ സെയിം ഗ്രൂപ്പ് ആയിട്ടുള്ളവർക്ക് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറിൻ്റെ അവിടെ നിങ്ങളുടെ ഫീൽഡ് ഏതാണോ അത് നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഐ വുഡ് ലവ് ടു ഹാവ് യു ആസ് പാർട്ട് ഓഫ് മൈ നെറ്റ്വർക്ക് ടു ഷെയർ നോളജ്. അപ്പോൾ കണക്ഷൻ സെയിം ഫീൽഡിൽ ആഗ്രഹിക്കുന്ന ഒരു ഫോർമാറ്റ് ആണത്. ഇപ്പോൾ രണ്ടാമത് ഡിയർ മധു എന്നുള്ളത് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഉള്ള ഒരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അയക്കാവുന്ന ഒരു ഫോർമാറ്റ്. രണ്ടും സെയിം തന്നെയാണ്, രണ്ട് ഫോർമാറ്റും സെയിം തന്നെ. രണ്ടാമത്തത് വരുമ്പോൾ ഉള്ള വ്യത്യാസം, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മെമ്പർക്ക് അയക്കാവുന്ന ഒരു ഫോർമാറ്റ് ആണ്. അതിൽ ഗ്രൂപ്പ് എന്നുള്ളൊരു ഇത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തത് കണക്ഷൻ റിക്വസ്റ്റ് ടു എ റിക്രൂട്ടർ. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. എച്ച് ആറിന് എങ്ങനെ നമുക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കാം. പലരും ടെൻഷൻ കൊണ്ടും ഗ്രാമർ മിസ്റ്റേക്ക് അങ്ങനെയുള്ള പ്രോബ്ലം കൊണ്ടൊക്കെ വിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും റിക്വസ്റ്റ് അയക്കുക പലർക്കൊക്കെ. അപ്പോൾ ഒരു എച്ച് ആറിന് എങ്ങനെ അയക്കണം എന്നുള്ളൊരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഒന്ന്, ഹായ് സോഫി, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ കമ്പനി. ഏത് കമ്പനിയാണ് ആ കമ്പനി പറയാം. ആൻഡ് യുവർ കമ്പനി കൾച്ചർ. ഐ ആം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് മോർ അബൌട്ട് യുവർ റിക്രൂട്ടിംഗ് പ്രോസസ്. ഐ വുഡ് ലവ് ടു കണക്ട് ആൻഡ് ആസ്ക് യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ റോൾ ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇഫ് യു ഹാവ് ടൈം. താങ്ക്സ്. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചറൊക്കെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളുടെ റിക്രൂട്ടിംഗ് പ്രോസസ്സിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഐ വുഡ് ലവ് ടു കണക്ട് ആൻഡ് ആസ്ക് യു ഫ്യൂ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ റോൾ. എന്താണ് വർക്ക് റോളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതെന്നെ അറിയിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ രണ്ടാമത് നിങ്ങൾ അയക്കുന്ന എച്ച് ആർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജാണ്. ഹായ്, എച്ച് ആറിന്റെ പേര് എന്താണെന്ന് കൊടുക്കുക. താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മൈ കണക്ഷൻ റിക്വസ്റ്റ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ പുട്ടിംഗ് മൈസെൽഫ് ഫോർവേഡ് ഫോർ എനി റോൾസ്. എന്താണോ മാർക്കറ്റിംഗ് ആണെങ്കിൽ അത് മാർക്കറ്റിംഗ് റോൾസ് ഇൻ ഡാഷ് സെക്ടർ, ഐ ടി സെക്ടർ ആണെങ്കിൽ അത് കൊടുക്കുക. വിത്തിൻ സിറ്റി, ഏത് സിറ്റിയാണോ അതിന്റെ പേര് കൊടുക്കുക. ഫീൽ ഫ്രീ ടു ചെക്ക് ഔട്ട് മൈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ടു സീ ഇഫ് ഐ മേ ബി എ ഫിറ്റ് ഫോർ എനി ഓഫ് യുവർ കറന്റ് ഓപ്പണിംഗ്സ്. പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്ഡ് മൈ സി വി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുത്തു. ആ റിക്വസ്റ്റ് എച്ച് ആർ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷമുള്ള ഒരു റിപ്ലൈ മെസ്സേജാണത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് റോൾസ് എന്താണ്, സെക്ടർ എന്താണ്, നിങ്ങളുടെ സ്ഥലം എന്താണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റെസ്യൂംസ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാൻ താല്പര്യമൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം റിക്വസ്റ്റ് അയച്ചു, എച്ച് ആർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ജോബ് സ്പെസിഫിക് റിക്വസ്റ്റ് മെസ്സേജ് ആണ്. അതായത് ഒരു എച്ച് ആർ ഒരു കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അവരെങ്ങനെ മെസ്സേജ് അയക്കണം എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഫ്രഷേഴ്സും പുതിയതായിട്ട് ജോബ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നോക്കാം. ഹലോ, അവിടെ നിങ്ങൾ എന്താണോ പേര് അത് കൊടുക്കുക, ആർക്കാണോ ആ പേര് കൊടുക്കുക. ഹലോ, I looked at your profile and we have an exciting opportunity within the organization that suits your profile. If you are interested, please refer the below details. അപ്പോൾ ഇതിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണോ അവർക്ക് കൊടുക്കാവുന്ന ഒരു കണക്ഷൻ മെസ്സേജ് ആണിത്. ഇതിൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാൻഡിഡേറ്റ്സിന് നിങ്ങൾ ഇൻഫോം ചെയ്യുകയാണ്. പ്രൊഫൈൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ് നിങ്ങളുടെ പ്രൊഫൈലായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നമുക്ക് പോകാം. കസ്റ്റമൈസ്ഡ് മെസ്സേജാണ് അടുത്തത്. കസ്റ്റമൈസ്ഡ് എന്ന പേര് കേൾക്കുന്നത് പോലെ തന്നെ നമുക്ക് നെയിമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് പല പല റിക്വയർമെൻറ്റ്സിന് ഉപയോഗിക്കാം. കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെസ്സേജാണ്. അപ്പോൾ ആദ്യത്തെ,
Hi, I am looking to expand my network with fellow business owners and professionals. I would love to learn about what you do and see if there is any way we can support each other. രണ്ടാമത് നമുക്ക് നോക്കാം. Came across your profile and saw you work in real estate. I am reaching out to connect with other like-minded people. Would be happy to make your acquaintance. Have a good day. ഇപ്പൊ രണ്ടും നമ്മൾ ഒരു സാധാരണ രീതിയിൽ അയക്കുന്ന ഒരു മെസ്സേജാണിത്. നിങ്ങളുടെ സെയിം ഏജ് ഗ്രൂപ്പിനെ അയക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിനെ അയക്കാം. നിങ്ങൾ കണക്ഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു കസ്റ്റമൈസ്ഡ് മെസ്സേജ് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. കോമൺ കണക്ഷൻ റിക്വസ്റ്റ് മെസ്സേജ്. സാധാരണ രീതിയിൽ നമ്മൾ അയക്കുന്ന മെസ്സേജസ് ആണ്. ഹായ്, ഇവിടെ പേര് ചൂസ് ചെയ്യാം. ഐ സീ വി ഹാവ് സം മ്യൂച്വൽ കണക്ഷൻസ്. ഐ ഓൾവേസ് ലൈക്ക് നെറ്റ്വർക്ക് വിത്ത് ന്യൂ പീപ്പിൾ ആൻഡ് തോട്ട് ദിസ് വുഡ് ബി ആൻ ഈസി വേ ഫോർ അസ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽവ്സ്. അപ്പോൾ ഞാൻ പുതിയ പുതിയ ആളുകളൊക്കെയായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാമെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ പറയുന്നത്. ഇനി അടുത്തത് ഹായ്, അവിടെ പേര് ചൂസ് ചെയ്യുക. ഐ വാസ് ലുക്കിംഗ് അറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് നോട്ടീസ് വി ഹാഡ് എ ഫ്യൂ ഷെയർഡ് കണക്ഷൻസ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി നൈസ് ടു റീച്ച് ഔട്ട് ടു കണക്ട് വിത്ത് യു ആൻഡ് ഷെയർ അവർ നെറ്റ്വർക്ക്സ്. താങ്ക് യു ആൻഡ് ഹോപ്പ് ഓൾ ഈസ് വെൽ. നമ്മളുടെ രണ്ടുപേരുടെ ഷെയർഡ് കണക്ഷൻസ് കണ്ടു. നമ്മൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ അടുത്തത് കണക്ഷൻ റിക്വസ്റ്റ് ഫൗണ്ടർ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലിങ്ക്ഡിനിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവർക്കൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതായത് ഫൗണ്ടേഴ്സ്, എന്റർപ്രണേഴ്സ്. ബാക്കി ഏതൊരു ഫീൽഡ് നിങ്ങൾ എടുത്താലും, ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ B2C ആണ് നടക്കുന്നത്. ബിസിനസ്സിൽ നിന്ന് കസ്റ്റമേഴ്സിനുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ B2B ആണ്. ഇവിടെ പക്ക ഫോർമൽ എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ടോപ്പിലുള്ളവരൊക്കെയായിട്ട് കണക്ട് ചെയ്യാനും മെസ്സേജ് അയക്കാനും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനെല്ലാം സാധിക്കുന്നതാണ്. അവർക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അയക്കാം. ഒരു എന്റർപ്രണറിന്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിന്, അല്ലെങ്കിൽ ഒരു ടോപ്പ് ഡയറക്ടേഴ്സിന്, അങ്ങനെയുള്ളവർക്കൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിയർ, അവിടെ നിങ്ങൾ പേര് ചൂസ് ചെയ്യുക. ആഫ്റ്റർ വ്യൂവിങ് യുവർ പ്രൊഫൈൽ ആൻഡ് ബീയിങ് എ ഫൗണ്ടർ or tech evangelist, I would love to join your network to see if there is a way to collaborate. Looking forward to connecting with you. അപ്പോൾ അത് ആദ്യത്തെ ഒരു മെത്തേഡ്. രണ്ടാമത്തത്, I have been following your content and I am so impressed with all you have accomplished. I recently listened to interview, watched video of you. I would love to discover more about your work and support you. രണ്ടാമത്തത് കുറച്ചും കൂടി ഒരു ഇൻഫ്ലുവൻസർക്ക് അയക്കാവുന്ന മെസ്സേജാണ്. അതായത് നമ്മൾ അവരുടെ വീഡിയോ കണ്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ ബുക്സ് വായിച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ ഓഡിയോ കേട്ടിട്ടോ നമ്മൾ ഒരുപാട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ അറിയാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ട് അവരുടെ വർക്കിനെ പറ്റി. അതേപോലെ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു പുതിയ സംരംഭകനെ നമ്മൾക്ക് അയക്കാവുന്ന രീതിയാണ്. രണ്ടാമത്തത് ഒരു ഇൻഫ്ലുവൻസറിന് നമുക്ക് അയക്കാം. ടോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് അയക്കാം. ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ കാരണം നമ്മളൊരു ഫാൻ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ആ ഒരു റിക്വസ്റ്റ് അയക്കുന്ന ഫോർമാറ്റ് വരുന്നത്. ഇനി അവസാനം കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിങ്ക്ഡിൻ ഞാൻ പറഞ്ഞ പോലെ 100% പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ പൊതുവെ ഒരു ജോലി അപ്ലൈ ചെയ്യുന്നതിന് പുറമെ ഒരുപാട് നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയാണ് ലിങ്ക്ഡിൻ. അപ്പോൾ അതിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ വരാതെ നമ്മൾ നോക്കുക. കാരണം ഒരുപാട് ആളുകൾ നമ്മളെ ഡെയിലി വ്യൂ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താനോ, അല്ലെങ്കിൽ നമ്മൾക്ക് അതൊരു നെഗറ്റീവ് മാർക്കായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ലിങ്ക്ഡിനിൽ മറ്റുള്ള പ്ലാറ്റ്ഫോം പോലെ ഇത് യൂസ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത്, ഈസ് യുവർ ഇൻഫർമേഷൻ ഈസ് അപ് ടു ഡേറ്റ്. നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വഴിക്ക് അങ്ങ് പോകാതെ, നമ്മൾ ചെയ്യുന്ന കോഴ്സുകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ പുതിയ സർട്ടിഫിക്കറ്റ്സുകൾ, നമ്മൾ ഏൺ ചെയ്യുന്ന പുതിയ സ്കിൽസ്, ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഓരോ സമയം നമ്മൾ ലിങ്ക്ഡിൻ എന്ത് ചെയ്യുക, അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലാണ് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് വരുള്ളൂ. അടുത്തത്, ഇൻഫർമേഷൻ ഈസ് കീ, ജസ്റ്റ് നോട്ട് ടു മച്ച്. നമ്മളെ പറ്റി വിവരിക്കുമ്പോൾ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലിങ്ക്ഡിനിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ നോട്ട് എപ്പോഴും വളരെ ഷോർട്ടായിട്ട് കൊടുക്കുക. കാരണം എല്ലാവരും ബിസിയാണ്. ആരും വലിയൊരു പാരഗ്രാഫോ കാര്യങ്ങളൊന്നും വായിക്കാൻ തയ്യാറില്ല. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് എന്താണോ നിങ്ങൾ
പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മെൻഷൻ ചെയ്യുക. അടുത്തത് ബി ട്രൂത്ത്ഫുൾ. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ വിവരിക്കുക. ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ നമ്മളുടെ പ്രൊഫൈലിൻ്റെ ഒരു ജെന്യൂനിറ്റി കളയാതെ നോക്കുക. വളരെ സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള കണക്ഷൻ റിക്വസ്റ്റിൻ്റെ ഫോർമാറ്റ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ HR-ക്കുള്ള രീതി പറഞ്ഞു, ഒരു സെയിം ഗ്രൂപ്പായിട്ടുള്ളവർക്ക് എങ്ങനെ അയക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെസ്സേജ് എങ്ങനെ അയക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കസ്റ്റമൈസ്ഡ് ടെംപ്ലേറ്റ് മെസ്സേജ് നമ്മൾ പറഞ്ഞു. ഏറ്റവും അവസാനം ഒരു ഫൗണ്ടർക്ക് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർക്ക് എങ്ങനെ അയക്കാം എന്നുള്ളൊരു രീതി പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർക്ക് എങ്ങനെ റിക്വസ്റ്റ് അയക്കാം എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ഇതിലും മികച്ചൊരു ടെംപ്ലേറ്റ്സ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അത് ബാക്കിയുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ തുടർന്നും നിങ്ങൾക്ക് ഇതേപോലെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളത്, കോഡിങ് ചലഞ്ചസ് അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.